നമസ്കാരം, ഞാൻ മനോജ് നെടിയക്കൽ. ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 3/12/2025 ബുധനാഴ്ചത്തെ ന്യൂസ്. ജപ്പാനിൽ റബ്ബറിന് തളർച്ചയിൽ നിന്നും തിരിച്ചു വരവിന് അവസരം ലഭിച്ചില്ല. യെൻ കരുത്ത് നേടിയത് ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിനെ പ്രതിസന്ധിയിലാക്കി. കഴിഞ്ഞ വാരം റബ്ബറിൽ ശക്തമായ കുതിപ്പ് ദൃശ്യമായെങ്കിലും ഫോറക്സ് മാർക്കറ്റിലെ പുതിയ ചലനങ്ങൾ വിദേശ നിക്ഷേപകരെ പിന്നോക്കം വലിച്ചു. എന്നാൽ സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകൾ നേട്ടത്തിലാണ്. അതേസമയം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം അടുത്ത വർഷം ആദ്യപാദത്തിൽ ഉയർത്തില്ലെന്ന ഒപെക് വെളിപ്പെടുത്തൽ കൃത്രിമ റബ്ബറിന് കരുത്തായില്ല. മഴ മൂലം തായ്ലൻഡിൽ ടാപ്പിങ്ങിന് നേരിട്ട സ്തംഭനാവസ്ഥ തുടരുന്നതിനിടയിൽ ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോയ്ക്ക് 187 രൂപയിൽ നിന്നും 189 രൂപയായി. സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ മികച്ച കാലാവസ്ഥ ലഭ്യമായതോടെ കർഷകർ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചു. ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.